ഹലോ മക്കളെ, നിങ്ങൾ ക്ലാസ് 11 CBSE കഴിഞ്ഞ് ക്ലാസ് 12 CBSE നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയ മക്കളാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ അവെയർ ആയിരിക്കും നിങ്ങൾ. നല്ല രീതിയിൽ തന്നെ പഠിക്കണമെന്നും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള കളികളൊക്കെ കുറച്ച് കുറയ്ക്കണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ബോർഡ് എക്സാം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓക്കെ മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഒരുപാട് പഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ CBSE ബോർഡ് എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ആ ചോദ്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനെന്താ വേണ്ടത്? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിനെ നിങ്ങൾ ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് വരുന്നത് ആ ചാപ്റ്ററിനെ കൃത്യമായി നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ പാറ്റേണിലേക്ക് മാറ്റിയതിന് ശേഷം അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് ഒന്ന്. ഇനി രണ്ടാമതായിട്ട്, കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ആ ചാപ്റ്റർ എല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു എക്സാം നടത്തേണ്ടേ. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ക്വാർട്ടർ ഇയർലി, ഹാഫ് ഇയർലി, അതേപോലെ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ തൊട്ട് മുമ്പിൽ മോഡൽ എക്സാം പോലെയും നമ്മുടെ അഗ്നി ബാച്ചിൽ എക്സാംസ് നടക്കാറുണ്ട്. ഒപ്പം തന്നെ മൊഡ്യൂൾ എക്സാമുകൾ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ സെറ്റ് ചെയ്യാറുള്ള മൊഡ്യൂൾ എക്സാമുകൾ വരുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള എക്സാമുകളും മൊഡ്യൂൾ എക്സാമുകളായിട്ട് നമ്മുടെ ഈ ഒരു അഗ്നി ബാച്ചിൽ നടത്താറുണ്ട്. ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എക്സാം എഴുതി നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാമിനെ സമീപിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എളുപ്പമായി മാറും. അപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല, അഗ്നി ബാച്ചിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നേരം വൈകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങൾക്കറിയാലോ മക്കളെ, ഈ വർഷം 2 പ്ലാനുകളായിട്ടാണ് അഗ്നി ബാച്ച് അവതരിപ്പിക്കുന്നത്. ബേസ് പ്ലാനും അതേപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാനും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. എന്തായാലും പെട്ടെന്ന് തന്നെ മക്കളെ, നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. ഒട്ടും നേരം വൈകണ്ട, അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്.